ഇന്നലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷാണ് കണ്ണൂർ ജില്ലയിലെ CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഈ വൻ പരാജയത്തിന് കാരണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കർമ്മ ന്യൂസ് വാർത്ത നൽകിയിരുന്നു, വിശദീകരണം നൽകിയിരുന്നു. ഇതാ എറണാകുളത്ത് നിന്നും ഒരു കെ രാഗേഷ്, പക്ഷേ പേര് കെ രാഗേഷ് എന്നല്ല, പി രാജീവ് എന്നാണ്. മന്ത്രിയാണ്, വ്യവസായ മന്ത്രിയാണ്. അതായത് 700 കോടി രൂപയുടെ വ്യവസായം ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്നു. ഏത് വ്യവസായമാണ് കൊണ്ടുവന്നത് സർ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമില്ല അദ്ദേഹത്തിന്. പലപ്പോഴും ഇല്ലാ കഥകൾ പറഞ്ഞ് കുറെ വരട്ട് തത്വവാദങ്ങളും വായിൽ കൊള്ളാത്ത കുറെ വാക്കുകളും ഉപയോഗിച്ച് MA ബേബിയെ പോലെ MV ഗോവിന്ദനെ പോലെ ഇങ്ങനെ മെഴുകലാണ് പി രാജീവിന്റെ ജോലി. ഇതുതന്നെയായിരുന്നു മുൻപും. ഇയാൾ പലതും നിർബന്ധിച്ച് സ്ഥാനാർത്ഥികളെയൊക്കെ, സ്ഥാനാർത്ഥി പട്ടിക എറണാകുളം ജില്ലയിലെ ജില്ലാ കമ്മിറ്റിയിലടക്കം നിർബന്ധിച്ച് ഒരു പട്ടിക ഉണ്ടാക്കി. ഇയാളാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അന്നേരം തന്നെ പല സഖാക്കളും എതിരായി, പല ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഇയാൾക്ക് എതിരായി. ഇത് ഞാൻ പറയുന്നതല്ല, എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന ആരോപണങ്ങളാണ്. മാത്രമല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ പ്രവർത്തനവും പിണറായി വിജയൻ എറണാകുളം ജില്ലയിൽ കാര്യമായി അവിടുത്തെ പാർട്ടി സംവിധാനങ്ങളിൽ ഇടപെടാത്തതും ജനങ്ങളോട് സംവദിക്കാത്തതും ഒക്കെ തന്നെ പരാജയ കാരണമായി എറണാകുളം CPM ജില്ലാ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. അതായത് എറണാകുളത്ത് പാർട്ടിയെ തൊപ്പിയിടിപ്പിച്ചത്, സമ്പൂർണ്ണ പരാജയം തൊപ്പിയിടിപ്പിച്ചത് പി രാജീവാണ്. എന്തായാലും മന്ത്രിയായി 5 കൊല്ലം ഇരുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തായാലും കളമശ്ശേരിയിൽ വൃത്തിയായി തോറ്റു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഇനി പാർട്ടിയുടെ ബാക്കി നാശം കൂടി ജില്ലയിൽ കണ്ടതിന് ശേഷമായിരിക്കും സഖാവ് പി രാജീവ് താടിയും തടവിക്കൊണ്ട് പുറത്തേക്ക് വരിക എന്ന് തോന്നുന്നു. അത്രമാത്രം രൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്, എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. വേറെ ആരുമല്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒരു സഖാവ് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, പേര് പറയുന്നില്ല. എന്തൊക്കെയായാലും ശരി, ഓരോ ജില്ലകളിലും ഓരോ പരാജയ കാരണങ്ങളാണ്. കണ്ണൂർ ജില്ലയിൽ കെ രാഗേഷിന്റെ പ്രവൃത്തിയും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും ഏതാണ്ട് ഇതേ കണക്ക് തന്നെ. തിരുവനന്തപുരം ജില്ലയിലെ അവിടെ വലിയൊരു പരാജയം ഉണ്ടായില്ല, എന്നാൽ പോലും പരാജയം തന്നെയാണ്. ഇനി ഓരോ ജില്ലാ കമ്മിറ്റികളും ഇതുപോലെ ഓരോരുത്തരെ കുറ്റപ്പെടുത്തും. പക്ഷേ ഇവരെ ഓരോരുത്തരെയും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ സഖാക്കളും കുറ്റപ്പെടുത്തുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. അതും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പാർട്ടി തെറ്റുകൾ തിരുത്തും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ തെറ്റുകൾ തിരുത്താനുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതിയുണ്ട്. കാരണം തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമല്ലേ തിരുത്താൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരാളെ തല്ലി എന്ന് ഞാൻ സമ്മതിച്ചാലല്ലേ എനിക്ക് അയാളെ ആശ്വസിപ്പിക്കാനോ അയാളോട് മാപ്പ് പറയാനോ സാധിക്കുകയുള്ളൂ. ഇത് തോറ്റിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റ് ചെയ്ത പോലെ ഉള്ള രീതിയാണ് പലപ്പോഴും പലയിടത്തും നമ്മൾ പല മീറ്റിങ്ങുകളിലും യോഗങ്ങളിലും ഒക്കെ തന്നെ ഇവർ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പി രാജീവിന്റെ ആ ഒരു മഹാമനസ്കത കൊണ്ട് എറണാകുളം ജില്ലയിൽ പാർട്ടി വൃത്തിയായി തോറ്റു എന്ന് ജില്ലാ കമ്മിറ്റി യോഗം വിലയിരുത്തിയതായി അറിവ്. ഇനി ഓരോ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരും. പിണറായിയും ഇതുപോലെയുള്ള കുറെ പെട്ടുപിടുത്ത സഖാക്കളും കൂടി പാർട്ടിയെയും മുന്നണിയെയും തോൽപ്പിച്ചു എന്നതാണ് സത്യം. അത്രയേ ഉള്ളൂ. അതിനാണ് ഈ കിടന്നുകൊണ്ട് ഓരോരുത്തരെ കുറ്റപ്പെടുത്തലും അത് ചെയ്യലും ഇത് ചെയ്യലും ഒക്കെ ചെയ്യുന്നത്. നടക്കട്ടെ കാര്യങ്ങൾ, യോഗങ്ങൾ തുടരട്ടെ.